നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുന്നേ തന്നെ മുന്നണികളെല്ലാം പ്രവർത്തനത്തിൽ സജീവമായിരിക്കുകയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് സ്ഥാനാർത്ഥി നിർണയമാണ് പ്രധാനം. അത്തരത്തിലുള്ള ചർച്ചകൾ സജീവമായി നടക്കുകയാണ്. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മുടെ മാതൃഭൂമി ന്യൂസിനൊപ്പം ആര്യാടൻ ഷൗക്കത്ത് തന്നെ ചേരുന്നത്. എങ്ങനെയാണ് ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് ചർച്ചകളൊക്കെ സജീവമായി പോവുകയാണല്ലോ, എങ്ങനെയാണ് പ്രവർത്തനങ്ങളൊക്കെ? ഇവിടെ നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂർ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തന രംഗം വളരെ സജീവമായി നിൽക്കുകയാണ്. മാത്രമല്ല, വോട്ടേഴ്സ് ലിസ്റ്റിൽ ആളുകളെ പേര് ചേർക്കുന്ന പ്രവർത്തനങ്ങൾ വളരെ സജീവമായി നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഒരു വർക്ക് ഏകദേശം ഒരു 75% തീർന്നു. ഒരു 25% കൂടി ആ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുക. മാത്രമല്ല, പഞ്ചായത്ത് തലത്തിലും ബൂത്ത് തലത്തിലും അതിൻ്റെ കമ്മിറ്റികൾ നിലവിലുണ്ട്. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രിയങ്ക ഗാന്ധിയുടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഒരു 6 മാസം മുൻപ് വന്നതുകൊണ്ട് ഞങ്ങളെല്ലാം സജ്ജമാണ്. വാസ്തവത്തിൽ താഴെത്തട്ടിൽ ഒരു പുതിയ ബൂത്ത് ചെയർമാനെയും കൺവീനറെ കൂടി തിരഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല. എല്ലാവരും സജീവ സാന്നിധ്യമായി നിലനിൽക്കുക. പിന്നീട് അതുമാത്രമല്ല, കഴിഞ്ഞ 2-3 വർഷമായി നിലമ്പൂർ നിയോജകമണ്ഡലത്തിൽ നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പുകൾ, ആ ഉപതെരഞ്ഞെടുപ്പുകളൊക്കെ തന്നെ വലിയ ഭൂരിപക്ഷത്തിന് ഐക്യജനാധിപത്യ മുന്നണി പല ഇടതുപക്ഷത്തിന് സീറ്റ് പിടിച്ചെടുക്കാനുള്ള സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണിക്കുന്ന പൊളിറ്റിക്കലായിട്ട് ഒരു നല്ല കാലാവസ്ഥ നമ്മളെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂരുണ്ട്. നമ്മുടെ പ്രവർത്തകരൊക്കെ ഈ സീറ്റ് കഴിഞ്ഞ 9 വർഷമായി UDF ഇല്ലാതിരുന്ന ഈ സീറ്റ് തിരിച്ചു പിടിക്കണമെന്ന ആവേശത്തിൽ നിൽക്കുകയാണ് എല്ലാവരും. അപ്പോൾ അതിനുള്ള ഒരു അനുകൂല സാഹചര്യമാണെന്ന് കോൺഗ്രസ് വിശ്വസിക്കുന്നുണ്ട്. അപ്പോഴും സ്ഥാനാർത്ഥി നിർണയം ഒരു വെല്ലുവിളിയാണെന്ന വിലയിരുത്തലുണ്ടോ? സ്ഥാനാർത്ഥി നിർണയം ഒരു വെല്ലുവിളിയേ അല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം. കാരണം ആര് സ്ഥാനാർത്ഥിയായാലും ആ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ വേണ്ടി UDF സദാ സന്നദ്ധമാണ് എന്നതാണ്. ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പുതരാം, ചിഹ്നം ഞാൻ ഉറപ്പ് തരാം, ചിഹ്നം കൈപ്പത്തിയായിരിക്കും. കൈപ്പത്തി ചിഹ്നത്തിലുള്ളൊരു സ്ഥാനാർത്ഥിയായിരിക്കും UDF ഉണ്ടാവുക. ആ സ്ഥാനാർത്ഥി ബഹുഭൂരിപക്ഷത്തിന് വിജയിക്കുന്നൊരവസ്ഥ നിലമ്പൂരിൽ. PV അൻവർ ഒരു ഫാക്ടർ അല്ല എന്നാണ് CPM പറയുന്നത്. നിലമ്പൂരിൽ PV അൻവർ ഒരു ഫാക്ടർ ആവില്ല എന്നാണ്. അല്ല, അതല്ലല്ലോ. സ്വാഭാവികമായിട്ടും PV അൻവർ നിലമ്പൂരിലെ MLA ആയിരുന്നു. 9 വർഷക്കാലം നിലമ്പൂരിലെ MLA ആയിരുന്നു. PV അൻവർ ഫാക്ടർ അല്ല എന്നൊന്നും ഒരു നിയോജകമണ്ഡലത്തിലെ ഒരു 9 വർഷം MLA ആയ ഒരാൾ പെട്ടെന്നൊരു ഫാക്ടർ അല്ല എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും വിശ്വസനീയമല്ലല്ലോ. അപ്പോൾ PV അൻവറിൻ്റെ പിന്തുണ UDF ഗുണം ചെയ്യും. തീർച്ചയായിട്ടും പറഞ്ഞല്ലോ. അത് അത്തരത്തിൽ വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ആര്യാടൻ ഷൗക്കത്തും UDF എല്ലാം ഈ ഘട്ടത്തിൽ എന്തായാലും ഉള്ളത്. പ്രജോഷ് കുമാറിനൊപ്പം അരുൺ അമൃതനാഥ്, മാതൃഭൂമി ന്യൂസ്, നിലമ്പൂർ.